ആശാവർക്കർമാരുടെ സെക്രട്ടേറിയറ്റ് നടയിൽ നടക്കുന്ന അനിശ്ചിതകാല നിരാഹാരം 6ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. പ്രതിഷേധ സമരം ഇന്ന് 44ാം ദിവസത്തിലാണ്. ഈ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇപ്പോൾ നടക്കുന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്നലെ കൂട്ട ഉപവാസം നടന്നു. അതിനിടെ ഈ SUCI നേതൃത്വം ഒരുപക്ഷെ ഈ സമരവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ആരോപണം കേൾക്കുന്നത് SUCIക്കാണ്. SUCI ആണ് ഈ സമരം നടത്തുന്നത് ആ രീതിയിലൊക്കെ. ഇക്കാര്യത്തിൽ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നൊരു ഔദ്യോഗിക വിശദീകരണം കൂടി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. വിനോദ്, ഈ SUCI നയിക്കുന്ന അതാണ്, ഇത് യഥാർത്ഥ ആശമാരല്ല. ഇങ്ങനെ പല രീതിയിൽ പറഞ്ഞുകൊണ്ടാണ് ഈ സമരത്തെ തന്നെ തള്ളിക്കളയാൻ സർക്കാർ ശ്രമിക്കുന്നത്, പ്രത്യേകിച്ച് LDFും CPM ഒക്കെ ശ്രമിക്കുന്നത്. ഇന്ന് ഈ വിഷയത്തിൽ അവരൊരു ഔദ്യോഗിക വിശദീകരണം എന്ന് വെച്ചാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ശ്രീജ, ഇതിൽ ഏറ്റവും കൂടുതൽ ആരോപണം നേരിടുന്നത് SUCI ആണ്. കാരണം ഈ ഇടതുവിരുദ്ധ ശക്തികൾ ഇതിന് പിന്നിലുണ്ട്, ഈ സമരത്തിന് പിന്നിലുണ്ടെന്ന് തുടക്കം മുതൽ സർക്കാർ പറയുന്നതാണ്. മാത്രമല്ല, അവിടെ സമരമിരിക്കുന്നതിൽ ഒരു വ്യക്തി SUCI നേതാവിന്റെ ഭാര്യയാണ്. അവരാണ് ഈ സമരം ആസൂത്രണം ചെയ്യുന്നതും ഇതിന് പിന്നിലെ ബുദ്ധികേന്ദ്രവുമെന്ന് സർക്കാർ അല്ലെങ്കിൽ ഇടത് കേന്ദ്രങ്ങൾ ആരോപിക്കുന്നുണ്ട്. അത് നേരത്തെ തന്നെ അങ്ങനെ ഒരു ആരോപണം വന്നതാണ്. CIT ഉൾപ്പെടെയുള്ളവർ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് വരുമ്പോൾ ആ CIT നേതാക്കൾ അടക്കമുള്ളവർ പറഞ്ഞ കാര്യവും ഇതുതന്നെയാണ്. SUCIയുടെ ഒരു ഇടപെടലാണ്. തിരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ്. ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തേണ്ട വിഷയങ്ങളിൽ സംസ്ഥാനത്തിന് നേരെ അതെല്ലാം തിരിച്ചുകൊണ്ട് ഒരു തരത്തിലുള്ള ഒത്തുതീർപ്പിനും തയ്യാറാകാതെ സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ അത് പരിഗണിക്കുകയോ അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കുകയോ ചെയ്യാതെ, അത് മനസ്സിലാകാത്തതല്ല, അങ്ങനെ മനസ്സിലാകാത്ത തരത്തിൽ മുന്നോട്ട് പോകുന്നത് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയം മുന്നിൽ കണ്ടാണ്. SUCI നേതൃത്വമാണ് ഇതിന് പിന്നിൽ. ഈ സർക്കാർ വിരുദ്ധ ഇടത് വിരുദ്ധ ശക്തികളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സമരത്തെ അവഗണിക്കുന്നതിന് ഒരു കാരണമായി, അല്ലെങ്കിൽ ഈ സമരം തീരാതെ പോകുന്നതിന് ഒരു കാരണമായി സർക്കാർ പറയുന്നത് അതാണ്. അവഗണിക്കുക എന്ന അർത്ഥത്തിൽ നമ്മൾ പറയുന്നത് സർക്കാർ ചർച്ചകൾ നടത്തിയിരുന്നു, പക്ഷേ ഇതിന് പിന്നിൽ സ്ഥാപിത താല്പര്യമുണ്ടെന്ന് കൃത്യമായി ഇടത് കേന്ദ്രങ്ങൾ കരുതുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ നിലയ്ക്ക് കൂടി ഈ സമരത്തെ കാണുന്നത്. അവിടെയാണ് ഈ SUCIയുടെ ഇന്നത്തെ വാർത്താ സമ്മേളനം. അവർ അവരുടെ നിലപാട് വ്യക്തമാക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവർക്ക് പല സാമ്പത്തിക സഹായങ്ങളും ലഭിക്കുന്നുണ്ട് എന്ന ആക്ഷേപം കൂടി ഒരു വശത്ത് ഉയർന്നു വരുന്നുണ്ട്. ആരൊക്കെയാണ് സാമ്പത്തിക സഹായം നൽകുന്നത്? ഇത്തരം കാര്യങ്ങളിലടക്കം ഒരുപക്ഷെ ഈ മറുപടി ഉണ്ടാകും. അത് SUCIയുടെ ഭാഗത്തു നിന്നല്ലെങ്കിൽ കൂടി സമരക്കാരുടെ ഭാഗത്തു നിന്നുകൂടി അക്കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരുമെന്നാണ് മനസ്സിലാക്കുന്നത്. ആരോഗ്യമന്ത്രിയുടെ വസതിയിലേക്ക് ഇന്ന് INBC നേതൃത്വത്തിലുള്ള മാർച്ച് ഉണ്ടായേക്കും. കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായുള്ള ചർച്ചയുടെ കാര്യത്തിൽ അതിന്റെ ഒരു സാധ്യതകൾ തുടരുകയാണ്. നേരത്തെ പോയെങ്കിലും കാണാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായിരുന്നാലും സമരം അനിശ്ചിതമായി നീണ്ടുപോകുന്നു. ഇന്ന് സഭാ സമ്മേളനം തീരുകയാണ്. നിയമസഭാ സമ്മേളനം നടക്കുന്ന സമയത്ത് പലകുറി പ്രതിപക്ഷം സഭയ്ക്കുള്ളിൽ ഇതേ വിഷയം ഉന്നയിച്ചു. മാത്രമല്ല, UDF MLAമാർ ഒന്നടങ്കം സഭ ബഹിഷ്കരിച്ച് സമര രംഗത്തേക്ക് സമരവേദിയിലേക്ക് എത്തുകയും ആശമാർക്ക് പിന്തുണ അർപ്പിക്കുകയും ചെയ്ത സാഹചര്യം ഉണ്ടായിരുന്നു. VD സതീശൻ പലതവണ വന്നിരുന്നു. VM സുധീരൻ മുതിർന്ന കോൺഗ്രസ് നേതാവാണ്, അദ്ദേഹം പലതവണ വന്നിരുന്നു. അതോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തല, BJPയും ഈ കാര്യത്തിൽ പിന്നിലല്ലായിരുന്നു. സമരക്കാർക്ക് പിന്തുണ നൽകുന്നതിൽ കേന്ദ്രത്തിനെതിരെയുള്ള വിമർശനം ഒരു കോണിൽ ഉണ്ടായിരുന്നപ്പോൾ തന്നെ സുരേഷ് ഗോപി പലതവണ അവിടെ വരികയും മഴയത്ത് ആശമാർക്ക് കുട നൽകുകയും ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഈ പൊങ്കാല വസ്തുക്കൾ അവർക്ക് പൊങ്കാല അർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സഹായങ്ങൾ ചെയ്യുകയും ഒക്കെയും ചെയ്തിരുന്നു. ഏതായിരുന്നാലും സമരത്തെ സർക്കാരിനെതിരെയുള്ള ഒരു ആയുധമാക്കാൻ പ്രതിപക്ഷവും BJPയും ശ്രമിച്ചു എന്നത് ഒരു വസ്തുതയാണ്. അവിടെ സർക്കാരിന്റെ ഭാഗങ്ങൾ വിശദീകരിച്ചു. ഏതായിരുന്നാലും ഇന്ന് സഭാ സമ്മേളനം അവസാനിക്കുകയാണ്. SUCI ഏറ്റവും കൂടുതൽ ആരോപണം ഈ സമരവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ആരോപണം കേട്ടത് അവരാണ്. അവരുടെ ഭാഗത്തു നിന്ന് ഒരു ഔദ്യോഗിക വിശദീകരണം ഉണ്ടാവുന്നു എന്നതാണ് ഇന്നത്തെ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത.